ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ തൻ്റെ നേരത്തെയുള്ള വെളിപ്പെടുത്തൽ ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് BJP മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജ്യോതി മൽഹോത്രയുടെ സന്ദർശനം കേരള ടൂറിസം വകുപ്പിൻ്റെ സ്പോൺസർഷിപ്പിലായിരുന്നു എന്നാണ് കെ സുരേന്ദ്രൻ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നത്. അന്നത് മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല എന്നും വിവരാവകാശ രേഖയിൽ തെളിഞ്ഞതോടെ പ്രാധാന്യത്തോടെ വാർത്ത നൽകിയെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, അന്ന് ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയത് ജനൻ TV മാത്രമാണ്. വേറെ ഒരു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത നൽകാൻ തയ്യാറായില്ല. പാക് ചാരയായിട്ടുള്ള വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് കേരള ടൂറിസം വകുപ്പിൻ്റെ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് എന്നുള്ള വളരെ കൃത്യമായ വാർത്തയാണ് ജനൻ TV നൽകിയത്. കെ സുരേന്ദ്രൻ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചതും അതാണല്ലോ. ഇക്കാര്യം അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയപ്പോഴും മാധ്യമങ്ങൾ അത് വലിയ വാർത്ത നൽകിയില്ല. ഇപ്പോൾ തെളിവ് വന്നപ്പോൾ വാർത്ത നൽകുന്നു. അങ്ങനെ തന്നെയല്ലേ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്കിലെ കുറിപ്പ്? ഗോകുൽ, അത് തന്നെയാണ്. ഇപ്പോൾ ജ്യോതി മൽഹോത്ര കേരളത്തിൽ ടൂറിസം വകുപ്പിന്റെ സ്പോൺസർഷിപ്പിലാണ് യാത്ര നടത്തിയത് എന്ന തരത്തിലുള്ള വിവരാവകാശ രേഖ പുറത്തു വന്ന സമയത്താണ് മറ്റു മാധ്യമങ്ങൾ ആ വാർത്ത എടുക്കാനും അത് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകാനും തയ്യാറായത്. അതിനൊരു വിമർശനത്തിന്റെ രീതിയിലാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. താൻ ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ്. അന്ന് വിനോദ് പറഞ്ഞതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ ജനം TV മാത്രമാണ് ഇത്തരത്തിൽ വാർത്താ പ്രാധാന്യത്തോടു കൂടി നൽകിയത്. കെ സുരേന്ദ്രന്റെ പ്രസ്താവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ആശങ്കകളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ജനം TV മാത്രമായിരുന്നു നൽകിയത്. മറ്റു മാധ്യമങ്ങളൊന്നും അത് പറയാൻ തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ വിവരാവകാശ രേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ്. അതിനു പിന്നാലെയാണ് ഫേസ്ബുക്ക് കുറിപ്പുമായി സുരേന്ദ്രൻ രംഗത്തെത്തിയുള്ളത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു മാസം മുൻപ് ഞാൻ ഈ വസ്തുത പുറത്തുവിട്ടപ്പോൾ നിർഭാഗ്യവശാൽ പതിവ് പോലെ ഒരു മലയാള മാധ്യമവും വാർത്തയാക്കിയില്ല. അന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയാക്കിയതോടെയാണ് എന്റെ പ്രസ്താവന വാർത്തയായത് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ ഇന്നത് ശരിവെച്ചുകൊണ്ട് വിവരാവകാശ രേഖ വരുന്ന സമയത്ത് എല്ലാ മലയാള മാധ്യമങ്ങളും അതെടുത്ത് വാർത്തയാക്കാൻ തയ്യാറാവുന്നു എന്ന ഒരു വിമർശനം കൂടി കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. വിനോദ്, തീർച്ചയായും പാക് ചാരയായിട്ടുള്ള വ്ളോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ നേരത്തെ നൽകിയ അഭിപ്രായം നൽകാൻ വാർത്താ മാധ്യമങ്ങൾ തയ്യാറായില്ല. പക്ഷേ അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. വിവരാവകാശ രേഖയിൽ അക്കാര്യം വ്യക്തമാണ്. എക്കാര്യമാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ.